ശരിയല്ലേ? എവിടെയൊക്കെയോ പ്രത്യേകിച്ച് വളർന്നു വരുമ്പോൾ ഒരു ചിന്തയില്ലേ, ഞാൻ വളർന്ന് വലുതാകുമ്പോൾ എന്തൊക്കെയോ ആകണം, എന്തൊക്കെയോ ഈ ലോകത്ത് ചെയ്യണം. പക്ഷേ അതൊന്ന് പരിശോധിച്ച് നോക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ ആഗ്രഹം എവിടെ നിന്ന് വരുന്നതാണെന്നറിയാമോ? പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് ഈ ആഗ്രഹം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ശ്വാസം മാത്രമല്ല, അകത്ത് ചെറിയൊരു ശബ്ദം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ശബ്ദം എന്താ പറയുന്നതെന്നറിയാമോ? ദൈവത്തോളം വളരുവാൻ എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം. ആ ആഗ്രഹമാണ് പ്രിയമുള്ളവരെ മനുഷ്യന് മഹത്വത്തോടുള്ള ഇത്രയും പ്രിയം. അല്ലെങ്കിൽ ആ ചെറിയ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദം തന്നെ ആണ്. പക്ഷേ ഈ ലോകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മഹത്വം എന്നൊരു കാര്യം പറഞ്ഞാൽ ഉടനെ സമൂഹം നമ്മുടെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, മഹത്വം പാടില്ല, ആഗ്രഹങ്ങളെ ക്രൂശിക്കണം, ഏറ്റവും ചെറിയനാണ്. പക്ഷേ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33-ാം അധ്യായം 33 വരെ തൊട്ട് 41 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത് എന്താണ്? ഇവിടെ ക്രിസ്തു പറയുന്നത്, ശിഷ്യന്മാരെ വിളിച്ച് അവരെ പഠിപ്പിക്കുന്നത്, ഏറ്റവും വലിയവൻ സ്വർഗത്തിൽ ആകണമെങ്കിൽ ലോകത്തെ ഏറ്റവും ചെറിയനാകും. ഇത് നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ക്രിസ്തു എന്തുമായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊന്നും പാടില്ല എന്നുള്ളൊരാശയമാണോ? അതൊരിക്കലും അങ്ങനെ വരത്തില്ല. കാരണം ഈ ആഗ്രഹം എന്ന ഈ ശബ്ദം ദൈവത്തിൻ്റെതാണ്. അപ്രകാരമാണെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ആദ്യമായി നമ്മുടെ അടുത്ത് പറയുന്നത്, യെരൂശലേമിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചു പോകുക. ഇവിടെ ശിഷ്യന്മാർ സത്യം പറഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പകുതിയോളമായി ഈ വേദഭാഗം അവർ ദൈവം ചെയ്ത, അല്ലെങ്കിൽ കർത്താവ് ചെയ്ത മിക്കവാറുമുള്ള എല്ലാ അത്ഭുതങ്ങളും ചെയ്ത് കഴിഞ്ഞ് കണ്ടവരാണ്. ഇനി ആകൂടെ ബാക്കിയുള്ളത് കുരിശുമരണം മാത്രം. പക്ഷേ ഇവിടെയുള്ളവരാണ് കർത്താവ് മാറാരുവ പെരുന്നാളിനായിട്ട് മലമുകളിൽ പോകുമ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവന് നിങ്ങൾ സൗഖ്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ശിഷ്യന്മാർ നിൽക്കുന്നത്. ആ വഴിയിലാണ് പ്രിയമുള്ളവരെ അവർ സഞ്ചരിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വഴി എന്ന് പറയുന്നൊരു ആശയം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറയുന്നത് പോലെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എല്ലാ വഴികളും കുരിശിലേക്കാണ് പോകുന്നത്. അപ്രകാരമാണെങ്കിൽ ഈ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ തോൽവിക്ക് ശേഷം ഈ വഴി കൂടെ ശിഷ്യന്മാർ സഞ്ചരിക്കുമ്പോൾ അവരെന്തുവാ ചർച്ച ചെയ്തതെന്നറിയാമോ? നമ്മൾ തമ്മിൽ ആരാണ് വലിയവൻ? പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള ആ ശബ്ദം, നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, നമ്മുടെ ജീവിതത്തിലെ തോൽവികൾ, അതിൽ കൂടെ നാം സഞ്ചരിക്കുമ്പോൾ ആ ശബ്ദം ദൈവത്തിലേക്ക് വീണ്ടും തിരിഞ്ഞില്ലെങ്കിൽ, വീണ്ടും യെരൂശലേമിലേക്ക് ആ വഴിയിലേക്ക് നാം ആ വഴിയിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ, സത്യം പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ശിഷ്യന്മാരുടെ ഒരു അനുഭവമാണ്. നമ്മൾ ഈ ലൗകിക കാര്യങ്ങളുടെ പുറകെ പോകും. അത് വേറെ ഒന്നുമല്ല, ലക്ഷ്യം ഇട്ട കാര്യം ലഭിക്കാതിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഒരു റിയാക്ഷനാണ്, എന്തേലും ഒന്ന് പിടിച്ച് കയ്യിൽ ആക്കണം. അതാണ് പ്രിയമുള്ളവരെ ശിഷ്യന്മാർക്കും ഇവിടെ നടന്നത്. രണ്ടാമതായി നമ്മെ ഈ വേദവാക്യം പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് ഉള്ള നിക്ഷേപം. സത്യം പറഞ്ഞാൽ ഈ വിശുദ്ധ ഗ്രന്ഥം സ്വർഗരാജ്യത്തിനെ കുറിച്ച് പറയുന്നത് എല്ലാം ഒരു ഫൈനാൻഷ്യൽ ടേം വെച്ചാണ്. എല്ലാം ഒരു പണം ഇടപാടിൻ്റെ ഒരു ലാംഗ്വേജിലാണ് സുവിശേഷം സംസാരിച്ചിരിക്കുന്നത്.
പക്ഷേ ഇതിനു മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസി സമൂഹം എല്ലാം വിശ്വസിക്കുന്ന ഒരു വേദവിപരീതമുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വേദവിപരീതം. അതെന്താണെന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് വേറെയൊന്നും ഇല്ല. സ്വർഗരാജ്യത്തിലേക്ക് കയറി ചെന്നിട്ട് അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. എപ്പോഴും സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ പരിശുദ്ധ സഭ എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? സ്വർഗത്തിൽ ചെന്നാലും വളരേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഗ്രന്ഥം പറയുന്നത് നാം ഇവിടെ സ്വർഗരാജ്യത്തിൻ്റെ ആ ഒരു ഭണ്ഡാരത്തിൽ എന്ത് വെക്കുന്നോ അത് നമുക്ക് സ്വർഗത്തിൽ ഇരട്ടിയായിട്ട് ലഭിക്കും. പക്ഷേ അപ്രകാരമാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ഇവിടെ മാത്രമല്ല പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിലും പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് യെരുശലേമിലേക്ക് നാം തിരിച്ചു പോകണം. ജീവിതത്തിൻ്റെ പോരായ്മകൾ ഉള്ളപ്പോഴും യെരുശലേമിലേക്ക് നാം അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നാം പോകണം എന്നാണ് ഇന്നത്തെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ചെയ്യുവാനായി ത്രിയേക ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ചുരുക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ.